അയ്യപ്പ സംഗമത്തിലെ നഷ്ടക്കണക്കുകളുടെ യാഥാർത്ഥ്യമെന്ത്? ആദ്യം കാണാം ആദ്യ എക്സ്ട്രാക്ട്. ആഗോള അയ്യപ്പ സംഗമത്തിൽ ഉദ്ഘാടനത്തിന് മുൻപ് നന്ദഗോവിന്ദം ഭജൻസിന്റെ പരിപാടി നടത്തിയെന്ന പേരിൽ 8 ലക്ഷം രൂപയുടെ ബില്ല് നൽകിയെന്നും നടത്താത്ത പരിപാടിയുടെ പേരിൽ തട്ടിപ്പ് നടത്താൻ ശ്രമിച്ചെന്നുമായിരുന്നു പ്രചാരണം. എന്നാൽ ഇത് ബില്ലല്ല, പ്രപ്പോസലാണെന്നാണ് പരിപാടി സംഘടിപ്പിച്ച ഒരാളുങ്കൽ സൊസൈറ്റിക്ക് കീഴിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷൻ വ്യക്തമാക്കുന്നത്. 8 ലക്ഷം രൂപയുടെ ബില്ല് നൽകിയിട്ടുണ്ട്, എന്നാൽ അത് നന്ദഗോവിന്ദം ഭജൻസിന്റെ പേരിലല്ല, പരിപാടി നടത്തിയ ഇഷാൻ ദേവിന്റെ പേരിലാണ്. അയ്യപ്പ സംഗമത്തിൽ പരിപാടിക്കായി ബന്ധപ്പെട്ടെങ്കിലും തിരക്കായതിനാൽ അസൌകര്യമറിയിച്ചെന്ന് നന്ദഗോവിന്ദം ഭജൻസും സ്ഥിരീകരിച്ചു. 7 കോടിയിലധികം ചെലവായ പരിപാടിക്ക് 3 കോടിയാണ് ദേവസ്വം ബോർഡ് നൽകിയത്. ബാക്കി തുക ലഭിക്കാനുണ്ടെന്നും ഏജൻസി വ്യക്തമാക്കി. 3 കോടി നൽകിയെന്നാണ് ദേവസ്വം ബോർഡും പറയുന്നത്. ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട ഓഡിറ്റ് റിപ്പോർട്ടിൽ കൂടുതൽ തട്ടിപ്പിന്റെ സൂചനകളുണ്ടെന്നും പ്രചാരണമുണ്ടായിരുന്നു. പുതിയ റിപ്പോർട്ടിന്മേൽ അന്വേഷണം വേണമെന്നാണ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെ ആവശ്യം. അയ്യപ്പ സംഗമം സംഘാടനത്തിനായി ദേവസ്വം ബോർഡ് ചെലവഴിച്ചത് 3 കോടി മാത്രമാണെന്നും ഇത് സ്പോൺസർഷിപ്പിലൂടെ തിരികെ ലഭിച്ചെന്നും പ്രശാന്ത് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ആവർത്തിച്ചു. RDX റാപ്പ് ന്യൂസ് മലയാളം. നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം ഉയർന്ന ആരോപണങ്ങൾ എന്താണ്, ഒപ്പം അതിന്റെ വസ്തുത എന്താണ് എന്ന്. ഉയർന്ന ആരോപണങ്ങൾ ഇവയാണ്. നടത്തിപ്പിൽ ക്രമക്കേട് ചൂണ്ടിക്കാട്ടി സ്പെഷ്യൽ കമ്മീഷണർ ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകിയതോടെയാണ് ഈ കാര്യങ്ങൾക്ക് തുടക്കം. സാമ്പത്തിക സുതാര്യതയില്ലെന്നും കൃത്യമായ കണക്കും ബില്ലുകളും ഇല്ല എന്നുമാണ് ആ റിപ്പോർട്ടിലുള്ളതെന്ന് പറയുന്നു. ഇവ ചെലവഴിച്ചത് 3 കോടി മാത്രമാണെന്ന് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത് ആവർത്തിച്ച് വ്യക്തമാക്കി. ഈ തുക പൂർണ്ണമായും സ്പോൺസർഷിപ്പ് ലഭിച്ചു, അഡ്വാൻസായി എടുത്ത തുക അതുകൊണ്ട് തന്നെ തിരികെ നൽകുകയും ചെയ്തു എന്നാണ് അദ്ദേഹത്തിന്റെ വിശദീകരണമായിട്ടുള്ളത്. അഡ്വാൻസ് തുക ദേവസ്വം ബോർഡിന് തിരികെ ലഭിച്ചു എന്ന നിയമസഭയിലെ മറുപടിയിൽ ഉറച്ചു നിൽക്കുകയാണ് ദേവസ്വം മന്ത്രി VN വാസവനും. കാണാൻ പറ്റും. ഇല്ല, അതിലൊരു തെറ്റുമില്ലല്ലോ. 17/10/2025 തിരിച്ചു കൊടുത്തു എന്നുള്ള കാര്യം അവരെഴുതി തന്നു, അത് ശരിയാണ്, കണക്കിലും പറയുന്നുണ്ട്. പിന്നെന്തിനാ ഞാൻ ചോദിക്കുന്നത്? ആ പറഞ്ഞതിലൊരു തെറ്റുമില്ല. അതാണ് ഹർഷ ഇന്നത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഇതിനകത്ത് രാവിലെ വാർത്ത വായിച്ചപ്പോൾ തന്നെ എനിക്ക് ഇതെന്താണ് ഇതിങ്ങനെ എന്നൊരു തോന്നലുണ്ടായതാണ്. എന്താ ഹർഷ ഇത് ടോട്ടൽ ഈ ദിവസം കഴിയുമ്പോൾ തോന്നുന്നു? ഇന്നിപ്പോൾ വന്ന വാർത്ത അപ്പം രാവിലെ മാതൃഭൂമി പത്രത്തിൽ കണ്ടതോ പിന്നീട് ചില ചാനലുകളിൽ ആദ്യഘട്ടത്തിൽ വന്നതോ ആയ രീതിയിലല്ല ആ വിഷയം എന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രശാന്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതുണ്ട് 3 കോടി മേൽ ആണ് പ്രശാന്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം ദേവസ്വം കമ്മീഷണർ കോടതിയിൽ നൽകിയ ഇടക്കാല റിപ്പോർട്ടിൽ പറയുന്ന തുക 4.5 കോടിയും GST എന്നതാണ്. പക്ഷേ ഇതിനെ ഈ വാർത്തയെ പ്ലേസ് ചെയ്യുമ്പോഴുള്ള ഒരു പ്രശ്നമുണ്ടല്ലോ. കാരണം എന്താണ്, നടക്കാത്ത പരിപാടിക്ക് 7 കോടി 8 കോടി കൊടുത്തു എന്നൊക്കെ ഉള്ള മട്ടിലുള്ള ആ പരാമർശങ്ങളിൽ യഥാർത്ഥത്തിൽ കഴമ്പില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതായത് അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങാതെയാണ് നടക്കാത്ത പരിപാടിയുടെ പേരിൽ 8 ലക്ഷത്തിൻ്റെ ബില്ല് എന്ന് പറയുന്നത്. ആ വാർത്ത ഇപ്പം നന്ദഗോവിന്ദം എന്നാണ്. അതായത് നന്ദഗോവിന്ദം ഭജൻസിന് പകരം നടന്നത് മറ്റൊരു സംഘത്തിൻ്റെ ഭക്തിഗാന സദസ്സ് എന്നാണ് ഈ വാർത്ത. അത് ആണ് ഇഷാൻ ദേവിൻ്റെ പരിപാടിയാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ നടക്കാത്ത പരിപാടിയുടെ പേരിൽ 8 ലക്ഷത്തിൻ്റെ ബില്ല് എന്നെങ്ങനെയാണ് പറയാൻ കഴിയുക? മറ്റൊരു പരിപാടി അവിടെ നടന്നു. അതായത് പ്രപ്പോസലിൽ ഈ നന്ദഗോവിന്ദം ഭജൻസിൻ്റെ പരിപാടി നടത്തണം എന്നുള്ളതാണ്. അത് 2 ലക്ഷം രൂപയാണ് അവരുടെ ഈ പാട്ടിന് അവർ ഉൾക്കൊള്ളിച്ചിരുന്നത് ഈ തുകയായിട്ട്. ആ പരിപാടിക്ക് അവർക്ക് വരാൻ പറ്റിയില്ല. അവർക്ക് വരാൻ പറ്റാത്തതിന് കാരണം അവർക്ക് വരാൻ പറ്റില്ലെന്ന് അറിയിച്ചു. തൃശ്ശൂരിൽ അവർക്ക് ആ ദിവസം വേറെ പരിപാടിയുണ്ട്, അതുകൊണ്ട് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും ഇപ്പോൾ എന്താണ് സംഭവിക്കുക? മറ്റൊരു പരിപാടി ഇവർ ആലോചിച്ചു. അങ്ങനെ ഇഷാൻ ദേവിൻ്റെ പരിപാടി അവിടെ വെച്ചു. ഇഷാൻ ദേവിൻ്റെ പരിപാടി എന്ന് പറയുന്നത് നന്ദഗോവിന്ദം ഭജൻസിൻ്റെ പരിപാടി പോലെയല്ല, കുറേ കൂടി ലൗഡായിട്ടുള്ള ഒരു പരിപാടിയാണ്. അത് തത്വമസി എന്ന പേരിലാണ് ആ പരിപാടി അവതരിപ്പിക്കുന്നത്. 10-25 കലാകാരന്മാർ വന്നിരിക്കുന്നു. വലിയ സ്റ്റേജ് ഷോ. നമ്മളൊക്കെ എല്ലാ ചാനലുകളും ഈ എഴുതുന്ന പത്രങ്ങളും സ്റ്റേജ് ഷോകൾ നടത്താറുണ്ട്. എത്ര രൂപ ചിലവാകും എന്നുള്ളതിനെക്കുറിച്ച് നല്ല വ്യക്തമായ ധാരണയുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും ഇഷാൻ ദേവിൻ്റെ പരിപാടിക്ക് അവർ ഈടാക്കുന്നത് 8 ലക്ഷം രൂപ. ആ തുകയാണ് അതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ആ തുകയെ നടക്കാത്ത പരിപാടിക്ക് കൊടുത്ത തുക എന്നെങ്ങനെയാണ് ഒരു പത്രത്തിന് എഴുതാൻ പറ്റുക? എനിക്ക് മനസ്സിലാവുന്നില്ല ശരിക്കും. അത് ശരിക്കും കാരണം ഈ സമയത്ത് വല്ലാതെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു ഭജന സംഘമാണ് ഈ പറയുന്ന നന്ദഗോവിന്ദം ഭജൻസ്. നന്ദഗോവിന്ദം ഭജൻസുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ട്രെൻഡിങ് ആണ്. പല താല്പര്യങ്ങളും അതിനോട് ചേർത്ത് വെച്ച് പലരും പറയാറുണ്ടെങ്കിലും ഞാൻ നോക്കുമ്പോൾ ഒരു ഭജന സംഘം ആ നിലയ്ക്ക് ഇങ്ങനെ നല്ല പരിപാടിയാണ് അമ്പലങ്ങളിലൊക്കെ നടത്തുന്നു. മാത്രമല്ല നമുക്കൊക്കെ നൊസ്റ്റാൾജിയ ഉണ്ടാക്കുന്ന പല പാട്ടുകളുമാണ്. ഈ പറയരുതേ രാധ അറിയരുതേ എന്നുള്ള പാട്ടൊക്കെ ഉള്ള ആ പാട്ടൊക്കെ ഇവരിങ്ങനെ ഇരുന്ന് പാടുമ്പോൾ നമുക്ക് കുറച്ച് നൊസ്റ്റാൾജിയൊക്കെ അടിക്കും. ഈ പാട്ടുകളൊക്കെ പാടുന്ന ഒരു സംഘം.
പക്ഷേ മറ്റത് അങ്ങനത്തെ ഒരു പരിപാടിയല്ല. ഇതിപ്പോൾ കുറച്ച് പേര് നേരത്തെ ഈ ചെറിയൊരു പരിപാടി എന്ന മട്ടിലെ അവർ തന്നെ അതിനെ അവതരിപ്പിക്കുന്നത്. അതിന് ലാളിത്യമാണ് അതിൻ്റെ ഒരു മുഖമുദ്ര. പക്ഷെ അപ്പുറത്ത് ലൗഡായിട്ടുള്ള ഒരു പരിപാടിയാണ്. ആ പരിപാടിയാണ് അവിടെ നടന്നത്. അതിന് 8 ലക്ഷം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെയാണ് നടക്കാത്ത പരിപാടിക്ക് കൊടുത്ത പൈസയാവുക? ഇതൊരു മിനിമം ബുദ്ധി വെച്ച് ആലോചിച്ചാൽ ആ കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഒരു കാര്യത്തിൽ സംശയമില്ലാതെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. അതിപ്പോൾ ഈ പണം തിരിച്ചു, ദേവസ്വം ബോർഡ് ചെലവാക്കിയ പണം തിരിച്ചു വന്നു എൻ വാസവൻ പറഞ്ഞല്ലോ. ആ പണം തിരിച്ചു വന്നു എന്ന് തന്നെ നമുക്ക് കരുതാം. നമുക്ക് തൽക്കാലം കരുതാം. അതിന് കാരണം എന്താണ്? ഈ ഇത്തരം പരിപാടികൾ നടത്താൻ വേണ്ടി ഒരു മതപരമായ ചടങ്ങുകളും പരിപാടികളും നടത്താൻ വേണ്ടിയിട്ടൊരു ആ ഹെഡിലൊരു തുക 3 കോടി രൂപയാണ് എടുത്തിരിക്കുന്നത് ദേവസ്വം ബോർഡിൽ നിന്ന് ഈ പരിപാടിക്ക് വേണ്ടിയിട്ട്. 3 കോടി രൂപ സ്പോൺസർഷിപ്പായി എന്തായാലും കിട്ടിയിട്ടുണ്ടെന്ന് വിവരാവകാശം ന്യൂസ് മലയാളത്തിനുണ്ട്. ഇത് 3 കോടി രൂപ കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം. ആ 3 കോടി രൂപ വന്ന സ്പോൺസർഷിപ്പിൽ വന്നിട്ടുള്ള സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അത് തിരിച്ചടയ്ക്കാനായിരിക്കും ആദ്യഘട്ടത്തിൽ അവർ വിനിയോഗിച്ചിട്ടുണ്ടാവുക എന്ന് ഞാൻ കരുതുന്നത്. കാരണം എന്താണ്? ഈ പൈസ എടുത്തുകൊണ്ട് പോരുന്നത് കോടതി പറഞ്ഞിട്ടുള്ളത് കൊണ്ട് സ്പോൺസർഷിപ്പിലൂടെ വന്ന ആദ്യ തുക മിക്കവാറും അവിടേക്ക് തന്നെ പോയിട്ടുണ്ടാവാം ഞാൻ കരുതുകയാണ്. പക്ഷേ തിടുക്കപ്പെട്ട് ഈ ഓഡിറ്റ് റിപ്പോർട്ട് മറ്റ് എന്താണ് എന്തെങ്കിലും കൊറീസ് ഇവരോട് ഇതിൽ ഉൾപ്പെട്ട കക്ഷികളോടെല്ലാം എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അതിൽ കുറയിട്ട് വിവരങ്ങളെടുത്ത് വേണമല്ലോ ഓഡിറ്റ് ചെയ്ത് ഈ റിപ്പോർട്ട് തയ്യാറാക്കി കൊടുക്കാൻ. പക്ഷേ അത്തരത്തിൽ ഒരു കൊറിയും ഇതുവരെ വന്നിട്ടില്ല എന്നാണ് ഇതിൽ ബന്ധപ്പെട്ട കക്ഷികളുമായി നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ നടക്കാത്ത പരിപാടിക്ക് കാശ് കൊടുത്തു എന്നുള്ള തെറ്റായ ഒരു വിവരം മാധ്യമങ്ങൾ കൊടുത്തത്, പ്രത്യേകിച്ച് മാതൃഭൂമി പത്രത്തിൻ്റെ 1ാമത്തെ പേജിൽ വന്നത്. പിന്നെ ഒരു കാര്യമുള്ളത് എവിടെയാണ്? മുഖ്യമന്ത്രിക്ക് കിടക്കാൻ വേണ്ടിയിട്ട് ലക്ഷങ്ങളുടെ കട്ടിൽ മേടിച്ചു എന്നുള്ളത്. അത്രല്ല, ഇപ്പോൾ ബെഡുകൾ മെത്ത മേടിച്ചു എന്ന് പറയുന്നത്. മെത്ത മേടിക്കാനുള്ള അവിടെ ഈ ഒരു മെത്തയ്ക്കല്ല ഈ പൈസ ആയിരിക്കുന്നത്. അത് നിലയ്ക്കലുണ്ട് എന്ന് നമ്മളുടെ അന്വേഷണത്തിൽ, പ്രാഥമികമായ അന്വേഷണത്തിൽ ബോധ്യപ്പെടുന്നു. ആ രീതിയിൽ ഒരു മെത്തയ്ക്ക് വന്ന തുകയായിട്ടാണ് പല മാധ്യമങ്ങളും ഈ വിഷയത്തെ അവതരിപ്പിക്കുന്നത്. അതിലാണ് ഒരു പ്രശ്നം. ആ വസ്തുതയെ മറച്ചു വെച്ചിട്ട് അതിനു പകരം വളരെ ഈ പറയുന്നത് പോലെ പുകയടിക്കുക എന്ന് പറയത്തില്ലേ, ആ പുകയടിയാണ് യഥാർത്ഥത്തിൽ ഇന്ന് നേരം വെളുത്തപ്പോൾ മുതൽ ഏതാണ്ട് ഉച്ചവരെ നടന്നതെന്നുള്ളതാണ് ഈ വിഷയത്തിലെ പ്രധാനപ്പെട്ട പ്രശ്നം.